പലതും നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒന്നും നടന്നില്ല. അതാണ് സത്യത്തിൽ ബിഗ് ബോസ് സീസൺ 6 6ാമത്തെ എപ്പിസോഡ്. രതീഷ് കുമാറിനെ ലാലേട്ടൻ എടുത്തിട്ട് കുടയും എന്നൊക്കെ കരുതി എപ്പിസോഡ് കണ്ട ഭൂരിഭാഗവും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നലെ കണ്ടത്. മല പോലെ വന്ന് എലി പോലെ പോയി. അങ്ങനെയാണ് ഈ എപ്പിസോഡിനെ വിലയിരുത്താൻ പറ്റുകയുള്ളൂ. രതീഷിന്റെ ഗേ പരാമർശത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ലാലേട്ടൻ ആ സബ്ജക്റ്റിന്റെ അടുത്തുപോലും പോയില്ല. വന്നപാടെ ബിഗ് ബോസ് വീടിനുള്ളിലെ അടിപിടി കോലാഹലങ്ങളാണ് ലാലേട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. ബിഗ് ബോസ് സീസൺ 6നെ ഇടിമുഴക്കം, യുദ്ധം എന്നൊക്കെ വിശേഷിപ്പിക്കണമെങ്കിൽ ലാലേട്ടനും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്നർത്ഥം. മറ്റ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി സീസൺ 6ൽ സ്റ്റാർട്ടിംഗ് തന്നെ വഴക്കും ബഹളവുമാണ്. പരസ്പരം കൂട്ടുകൂടാനോ മനസ്സിലാക്കുവാനോ ഒന്നും ഇക്കൂട്ടർ ശ്രമിച്ചിട്ടില്ല. അറ്റൻഷൻ ലഭിക്കുന്നതിനായി ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് വഴക്കുണ്ടാക്കലാണ് ഇവരുടെ പ്രധാന പണി. ഈ വഴക്കും അതുപോലെ ബഹളവും കാരണം ഇത്തവണത്തെ സീസണിനോട് പ്രേക്ഷകർക്ക് താല്പര്യമില്ലാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യം തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചത്. കണ്ടസ്റ്റന്റുകളോട് ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചപ്പോൾ പലർക്കും വ്യക്തമായ ആൻസർ ഉണ്ടായിരുന്നില്ല. ഭൂരിഭാഗത്തിനും സത്യത്തിൽ കൺഫ്യൂഷനാണ്. എന്താണ് ചെയ്യേണ്ടതെന്നോ അതുപോലെ പറയേണ്ടതെന്നോ പ്രവർത്തിക്കേണ്ടതെന്നോ ആർക്കും അറിയില്ല എന്ന് ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഭൂരിഭാഗത്തിനും തൊട്ടടുത്തിരിക്കുന്നവരുടെ മുഴുവൻ പേര് പോലും അറിയില്ലെന്നത് ഉൾപ്പെടെ ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു. വീടിനുള്ളിലെ പരസ്പര കലഹം ഒഴിവാക്കി മത്സരാർത്ഥികളെ ഗെയിം ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ലാലേട്ടൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പ്രേക്ഷകർ എങ്ങനെയാണ് ഓരോരുത്തരെയും വിലയിരുത്തുന്നുണ്ടാവുക എന്ന് സ്വയം വിലയിരുത്തുന്ന ഒരു ടാസ്ക് നടത്തിയത്. സീറോ, ഹീറോ, സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെയുള്ള ടാഗുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് എന്തുകൊണ്ട് എന്ന കാരണം വ്യക്തമാക്കണം. അതായിരുന്നു ഈ ടാസ്ക്. ജാസ്മിൻ, ജിൻഡോ, ശ്രീതു, റോക്കി, സിജോ, അർജുൻ, നിഷാന, രേഖ, ജാൻ മോണിദാസ്, ഗബ്രി തുടങ്ങിയവർ ഹീറോ പരിവേഷം തെരഞ്ഞെടുത്തപ്പോൾ രസ്മിൻ ബായ്, ശരണ്യ, അപ്സര, ഋഷി, സുരേഷ് മേനോൻ, യമുന റാണി ഇവരൊക്കെ സൂപ്പർ സ്റ്റാർ എന്നാണ് സ്വയം വിലയിരുത്തിയത്. ബിഗ് ബോസിലെ പ്രധാന കഥാപാത്രം രതീഷ് കുമാർ മാത്രമാണ് സീറോ തെരഞ്ഞെടുത്തത്. അവിടെയും രതീഷ് തന്റെ ഗെയിം പ്ലാൻ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞതും സ്വയം സീറോ എന്ന വിലയിരുത്തിയതുമെല്ലാം. ശ്രീരേഖ കൃത്യമായി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അക്കാര്യത്തെ എതിർത്ത് സംസാരിച്ചത്. ഒരു ഗെയിമർ എന്ന രീതിയിൽ അദ്ദേഹം അവസരം കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ടാസ്കിൽ സിജോ മാത്രമാണ് വ്യക്തമായ വിലയിരുത്തൽ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. പവർ ടീമിനെ മറ്റ് മത്സരാർത്ഥികൾ പറയുന്ന കാര്യം എതിർക്കാൻ അവസരം ഉണ്ടായിട്ട് പോലും രതീഷിന്റെ കാര്യം ഒഴികെ മറ്റൊരാളുടെയും കാര്യത്തിൽ ഇക്കൂട്ടർ ഇടപെട്ടിരുന്നില്ല. രസ്മിൻ ബായ്, ഋഷി തുടങ്ങിയവരൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് വിലയിരുത്തിയപ്പോൾ പവർ ടീം എതിർക്കുമെന്ന് കരുതിയെങ്കിലും ഒരനക്കം പോലും ഈ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആർക്കും തന്നെ അതിനുള്ള യോഗ്യതയില്ലെന്ന് വീടിനുള്ളിലുള്ളവർക്ക് പോലും അറിയാവുന്നതാണ്. അതുപോലും ആർക്കും എതിർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വളരെ മോശം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. തമ്മിൽ ഭേദം റോക്കിയാണ്. ഗബ്രി ഹീറോ എന്ന് സ്വയം വിലയിരുത്തിയപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും ജാസ്മിൻ ഗബ്രി റിലേഷൻ നേരിട്ട് സൂചിപ്പിക്കാതെ പൊളിച്ചടക്കുകയും ചെയ്തിരുന്നു. എല്ലാ സീസണിലെയും പോലെ ഇത്തവണയും ലാലേട്ടൻ കണ്ടസ്റ്റന്റുകളെ ആക്റ്റീവ് ആക്കുന്ന ഗെയിമുമായാണ് എത്തിയത്. മുച്ചീട്ട് കളി, അർജുന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉമ്മക്കളി. കണ്ടസ്റ്റന്റുകളെ 2 ടീമായി തിരിച്ച് സെക്ഷൻ ഓഫ് ചീട്ടുകൾ നൽകും. ശേഷം മൂക്കിനും ചുണ്ടിനുമിടയിൽ വെച്ച് പരസ്പരം കൈമാറുന്നതാണ് ഈ ടാസ്ക്. സത്യം പറഞ്ഞാൽ മത്സരാർത്ഥികൾ തമ്മിലുള്ള കോർപ്പറേഷൻ പ്രേക്ഷകർ ആദ്യമായി കണ്ടത് ഈ ഒരൊറ്റ ടാസ്കിലൂടെ ആയിരിക്കും. അതുപോലെയാണ് ഓരോരുത്തരും ഗെയിം കളിച്ചത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് പരസ്പരം തല്ലുകൂടുന്ന 19 ആളുകളും ടാസ്ക് നീറ്റായി കളിക്കുന്ന കാര്യത്തിൽ വിജയിച്ചിരുന്നു. പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ കോർപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്നും ഇവർ ഈ ഒരൊറ്റ ഗെയിമിലൂടെ തെളിയിച്ചിരുന്നു. സത്യത്തിൽ ഒത്തൊരുമയോടെ എങ്ങനെ മുൻപോട്ട് പോകാമെന്ന് മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായാണ് ഈ ഗെയിം ലാലേട്ടൻ നൽകിയതെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇനി എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ് CID രാംദാസിന്റെ കണ്ടെത്തലുകൾ തന്നെയായിരുന്നു ഇത്തവണത്തെ എപ്പിസോഡിലെ പ്രധാന ഹൈലൈറ്റ്. ബിഗ് ബോസ് വീടിനുള്ളിലെ ചില മോഷണങ്ങൾ പുറത്തു വന്നതാണ് ഏറ്റവും വലിയ കോമഡി. സംഗതി ലാലേട്ടൻ വലിയ കാര്യത്തിലാണ് ചോദിച്ചതെങ്കിലും മോഷണം എന്തിനാണെന്ന് കേട്ടാൽ ചിരിക്കാതെ നിവർത്തിയില്ല. അപ്സരയുടെ ഡ്രാഗൺ ഫ്രൂട്ട്, ഗബ്രിയുടെ ചോക്ലേറ്റ്, ജിൻഡോയുടെ ചപ്പാത്തി. ഇതിന്റെ ഇടയിൽ ഇതൊക്കെ നടന്നത് വീടിനുള്ളിലുള്ളവർ പോലും അറിയുന്നത് അപ്പോഴാണ്. ഗബ്രിയുടെ ചോക്ലേറ്റ് മോഷണം ഗബ്രിക്ക് തന്നെ നല്ല 8ന്റെ പണി കൊടുത്തു. ചോക്ലേറ്റ് വെച്ച് ലാലേട്ടൻ നൈസായി ഗബ്രിയെ താങ്ങിയത് എപ്പിസോഡിലെ ഹൈലൈറ്റ് ആയിരുന്നു. ജാസ്മിൻ ഗബ്രി ചുറ്റിക്കളിയൊക്കെ കാണുന്നുണ്ടെന്ന പറയാതെ പറച്ചിൽ ലാലേട്ടന്റെ വാക്കുകളിലുണ്ടായിരുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെയല്ല കഴിഞ്ഞ എപ്പിസോഡ് എന്നത് വളരെ വ്യക്തമാണ്.
വീടിനകത്തുള്ളവർ പോലും രതീഷ് കുമാറിന്റെ ഗേ പരാമർശത്തിലെ തീരുമാനത്തിനായാണ് കാത്തിരുന്നത്. സംഭവം ചർച്ച ചെയ്തില്ലെങ്കിലും അടുത്ത ദിവസം ഈ പ്രശ്നം എടുത്തിടാനും ഓരോ പ്രശ്നങ്ങളും വൺ ബൈ വൺ ആയി എടുത്തു പറയാനും സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും രതീഷിന്റെ കാട്ടിക്കൂട്ടലുകൾക്ക് ലാലേട്ടൻ കൃത്യമായ മറുപടി നൽകിയിരുന്നു. ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നത്, അതുപോലെ പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കണം, ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത് എന്ന പറച്ചിലെല്ലാം അദ്ദേഹത്തിനൊരു താക്കീത് തന്നെയായിരുന്നു. അടുത്തതായി നോമിനേഷനാണ്. ആദ്യ എലിമിനേഷനിൽ ആകെയുള്ളത് 8 പേരാണ്. രതീഷ്, ജിൻഡോ, നോറ, ശരണ്യ, അൻസിബ, റോക്കി, സിജോ, സുരേഷ് എന്നിവരാണത്. ബാക്കി 11 പേരാണ് സേഫ് ആയിരിക്കുന്നത്. 8 പേരിൽ 1-2 പേർ പുറത്തു പോകാനും ചിലർ അകത്തേക്ക് വരുവാനും സാധ്യതയുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അതാരാണെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും മത്സരാർത്ഥികളെ വെള്ളം കുടിപ്പിക്കുന്ന നിലയിലുള്ള ലാലേട്ടന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മത്സരാർത്ഥികൾക്കിടയിൽ വലിയൊരു മാറ്റം വന്നേക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്.